ഓ ഇന്ന് ഞങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഞങ്ങൾ വലിയ പരിപാടികളൊന്നുമില്ല. പറ ഇങ്ങോട്ട് കാര്യം പറ. ഞങ്ങൾ ഇന്ന് രാവിലെ ചിറ്റുളങ്ങര അമ്പലത്തിൽ വരെ പോയിട്ട് പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ട് നമ്മുടെ ഇവിടുത്തെ ഗാന്ധി ഭവനിൽ ഒരു ചെറിയൊരു ആഹാരം കൊടുക്കുന്നു. പിന്നെ വൈകിട്ടൊരു ചെറിയ കേക്ക് കട്ടിങ്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെറിയ രീതിയിൽ ഞങ്ങൾ ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹവും വേണം. കണ്ടോ, ടാറ്റാ പറ, ടാറ്റാ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ റിച്ചപ്പൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഞാനും ചേട്ടനും രുദ്രൂട്ടനും റിച്ചൂട്ടനും കൂടെ രാവിലെ ചെട്ടുളങ്ങര അമ്പലത്തിലൊക്കെ പോയി. അവിടെ പോയി അമ്മയെ കണ്ടു, തൊഴുതു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഇവന്മാർ ജനിച്ചു കഴിഞ്ഞപ്പം ഇവന്മാരെ അമ്മയുടെ മുമ്പിൽ കൊണ്ടുപോയി ചോറ് കൊടുക്കണമെന്നും തുലാഭാരം തൂക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അതെന്തായാലും സാധിച്ചു. പിന്നെ അതേപോലെ ഇവന്മാരുടെ ബർത്ത്ഡേക്ക് ഫസ്റ്റ് ബർത്ത്ഡേക്ക് എനിക്ക് അമ്മയുടെ കൊണ്ടുപോയി തൊഴിയിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. എന്തായാലും അമ്മയുടെ കൊണ്ടുപോയി അവനെ തൊഴിയിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൊഴുതെല്ലാം കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഉണ്ട് നമ്മുടെ രുദ്രൂട്ടനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ആഗ്രഹം അവനൊരു JCB വേണമെന്ന്. അങ്ങനെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും വേണ്ടാന്ന് എന്തെങ്കിലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടാന്നേ പറയത്തുള്ളൂ. പക്ഷേ ഇന്ന് അവന് ഇങ്ങോട്ട് പറഞ്ഞു എനിക്കൊരു JCB മേടിച്ച് തരുമെന്ന്. അങ്ങനെ അവൻ്റെ അച്ഛൻ കൊണ്ടുപോയി ഒരു JCB ഒക്കെ മേടിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അമ്പലത്തിൽ നിന്ന് പ്രസാദമൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു കേട്ടോ. എന്നിട്ട് ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഒരു ഇലഞ്ഞിമയിലുള്ള ഒരു ഗാന്ധി ഭവനത്തിൽ അവിടുത്തെ അച്ഛനും അമ്മമാർക്കും ഒക്കെ ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഈ വീഡിയോ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് ഇവൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്തത് ഇപ്പോഴാണ് കേട്ടോ. അങ്ങനത്തെ ഞങ്ങൾ ഗാന്ധി ഭവനത്തിലെത്തി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ അപ്പച്ചന്മാരും അമ്മമാരും ഒക്കെ നമ്മുടെ റിച്ചൂട്ടനെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവനാണെങ്കിൽ ആരുടെയും കയ്യിലൊന്നും അങ്ങനെ പോയില്ല കേട്ടോ. അവൻ എൻ്റെയും ചേട്ടൻ്റെയും അമ്മയുടെ ഒക്കെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ആദ്യമേ തന്നെ നമ്മുടെ അമ്മയെ കൊണ്ടാണ് കേട്ടോ നിലവിളക്ക് കൊളുത്തിയത്. ആദ്യമേ തന്നെ ഈശ്വര പ്രാർത്ഥന ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നിലവിളക്ക് കൊളുത്തുകയാണ് കേട്ടോ. അങ്ങനെ നിലവിളക്കെല്ലാം കൊളുത്തിയതിന് ശേഷം പിന്നീട് നമ്മുടെ അപ്പച്ചന്മാരുടെയും അമ്മമാരുടെയും ഒക്കെ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സൂപ്പറായിട്ടാണ് കേട്ടോ ഒരു പാട്ടൊക്കെ പാടുന്നത്. ആദ്യത്തെ പിറന്നാള് നടത്തിയത് അവിടെ വെച്ച്. അപ്പൊ രണ്ടാമത്തെ ഇവന്റെ പിറന്നാള് ഇവിടെ വെച്ച് നടത്താമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ വരെ നടക്കത്തില്ലയോ എന്നുള്ള സംശയത്തിലായിരുന്നു. കാരണം ഇടയ്ക്ക് എനിക്കൊരു പ്രശ്നമൊക്കെ ഉണ്ടായി, ഹോസ്പിറ്റലൈസ്ഡൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളിൽ പെട്ട് നിൽക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ചടങ്ങ് നടക്കത്തില്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും ഉറപ്പില്ലായിരുന്നു. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഞാൻ ഇന്നലെ ഇവിടെ വിളിച്ചതും അച്ഛനമ്മമാർക്ക് ആഹാരം കൊടുക്കണം, ഒരു നേരത്തെ ആഹാരം കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിച്ചത്. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എപ്പോഴും ഉണ്ടാവണം എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോ നന്ദി. Happy birthday to you.
അങ്ങനെ നമ്മുടെ കേക്ക് മുറി കഴിഞ്ഞാൽ അവിടെ നിന്നാണെങ്കിൽ നമ്മുടെ റിച്ചപ്പനാണെന്നുണ്ടെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഗ്ലാസ്, അതിൽ നമ്മുടെ ഗാന്ധി ഭവനത്തിൻ്റെ ഫോട്ടോയും അതേപോലെ അതിൻ്റെ പേരും ഒക്കെ എഴുതിയിട്ടുള്ള ഒരു ഗ്ലാസ്. ഇത് നമ്മുടെ അച്ഛന്മാർക്കും അമ്മമാർക്കും ഒക്കെ ഫുഡും അതേപോലെ കേക്കും ഒക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങളും ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അങ്ങനെ ഇതേ അച്ഛനും മോനും കൂടി ഇവിടെ നിന്ന് ഭയങ്കര പാട്ടുപാടലാണ് കേട്ടോ. റിച്ചൂട്ടന് പിന്നെ മൈക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൻ അവൻ്റെ ഭാഷയിൽ ഇങ്ങനെ പാട്ടൊക്കെ പാടും കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളിവിടെ ചെറിയ രീതിയിൽ ഡെക്കറേഷനൊക്കെ ചെയ്തു. ഞങ്ങൾ കേക്ക് മുറിക്കാനായിട്ട് പോവാണ് കേട്ടോ. ഒത്തിരി പേരെയൊന്നും ഞങ്ങൾ വിളിച്ചിട്ടില്ലായിരുന്നു, കുറച്ച് പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. ഇത് നമ്മുടെ റിച്ചൂട്ടൻ്റെ അന്നെടുത്ത കുറച്ച് ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ.